ഓക്കെ, ഗുഡ് ഈവനിങ്. ഇന്ന് ഒരുപാട് പേര് കുറവുണ്ടല്ലോ അല്ലേ? നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോയത്, അതിലും എക്സാമിന് എല്ലാവരും പഠിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇല്ല എക്സാം മാപ്പിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? മാപ്പിംഗ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഉണ്ടോ? ഇല്ലല്ലേ. ഇതിൻ്റെ മുന്നേ നമ്മൾ പിന്നെ കുറച്ചൊന്ന് വായിച്ചപ്പോ എന്താ മനസ്സിലായി പറ്റി. എങ്ങനെ അല്ല, കുറച്ച് വായിച്ചപ്പോ എന്തൊക്കെയാ മനസ്സിലാകുന്നില്ല. ആ ടെസ്റ്റിലുള്ള ഒരു സുഖമില്ലാഞ്ഞിട്ടാണ്. ഓക്കെ ഓക്കെ. ഈ ലോജിക്കൽ അഡ്രസ്സിന് നമുക്ക് ലോജിക്കൽ അഡ്രസ്സിൽ അതിന് ഡയറക്റ്റ് ഡാറ്റ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് അല്ലെങ്കിൽ മാറ്റിലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളത് മുമ്പ് നമ്മൾ ഈ സിലബസിൽ ഉണ്ടോയെന്നില്ല അറിയില്ല. അത് പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മാപ്പിങ്ങിൻ്റെ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് മെമ്മറിയും പ്രൈമറി മെമ്മറിയുള്ള ഒരു ബന്ധമാണ്. അതായത് പ്രൈമറി മെമ്മറി അഡ്രസ്സ് ടു ക്യാഷ് മെമ്മറി അഡ്രസ്സിലേക്കുള്ളതാണ് മാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിംഗ് ഫ്രം പ്രൈമറി മെമ്മറി ടു ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും പ്രൈമറി മെമ്മറിയിലുള്ള ഡാറ്റനെ പിടിച്ചിട്ട് നമുക്ക് ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് 3 വിധത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഡയറക്റ്റ് മാപ്പിംഗ് ഉണ്ട്, വേറൊന്ന് അസോസിയേറ്റ് മാപ്പിംഗ് ഉണ്ട്, വേറൊന്ന് സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ്. ഇങ്ങനെ 3 വിധത്തിലാണ് മാപ്പിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പം അതിൽ ശരിക്കും വരുന്നത് ഒരു 3 പിന്നെ ടേംസ് വരുന്നുണ്ട്. ടാഗ്, ബ്ലോക്ക്, ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അസോസിയേറ്റ് ആണെങ്കിൽ ടാഗും ഓഫ്സെറ്റുമാണ് വരുന്നുള്ളൂ. സെറ്റ് അസോസിയേറ്റ് മാപ്പിലും ഇതേപോലെ ടാഗും സെറ്റും ഓഫ്സെറ്റും ആ രീതി വരുന്നുണ്ട്. നമുക്കിവിടെ പറയാൻ ഡയറക്റ്റ് മാപ്പിങ്ങിനെ കുറിച്ച് പറയാം, എല്ലാം കൂടിയും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡയറക്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടതും ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ പക്ഷേ അതിൽ ആൻസറൊക്കെ തെറ്റുണ്ടല്ലോ. അത് എന്താ, ആൻസർ അങ്ങനെ തന്നെയാണോ? ഞാൻ ചെയ്തിട്ട് ആൻസർ ആ രീതിയിലല്ല കിട്ടിയത്. നിങ്ങൾ എനിക്ക് കിട്ടിയ ടെസ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ ആൻസർ കൊടുത്തത്? ഞാൻ ഒരു ബുക്ക് തേർഡ് പാർട്ടി ബുക്കാണ്. ആ ആ ആ നോക്കട്ടെ മോനെ എടുത്തിട്ട്. ഉം, ഉം. ആ ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പല ക്വസ്റ്റ്യൻസും തെറ്റുണ്ട് അതിനകത്ത്. ആ ആ ആ ആ ഇത് ഏതാ, ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഇത് ഏതോ പിന്നെ ഗുല്ലി ബാബ എന്ന് പറഞ്ഞ സൈറ്റ്, ആഹാ. ഉം, ഉം, ഉം. ഡൽഹി ബേസ്ഡ് ഏതോ സ്ഥാപനം. ഓ, ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം, നമുക്കത് ആ ഒരു മോഡൽ ചോദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. വേറെ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ 2019 ക്വസ്റ്റിനകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഉണ്ടല്ലേ? 2019 ഉം. ഓക്കെ ഓക്കെ. 2019 ഡിസംബറിൽ. ഡിസംബറത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഡിസംബറത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ കണ്ടോ മേലെ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ തന്ന പെർഫോം ദി ഫോളോയിങ് ഓപ്പർ എയും ബിയും ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സം ഓഫ് ദ SOP പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് അസോസിയേറ്റ് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് മാപ്പിംഗ് ആണ് ഇപ്പോൾ അതിൽ പറയുന്നത്. ഡയറക്റ്റ് മാപ്പിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പിന്നെ കുറച്ച് ടേംസൊക്കെ വരുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതുമായിട്ട് മാപ്പിംഗ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയാണ്. അത് ക്യാഷ് പേജസ് എന്ന് പറയും. ക്യാഷ് പേജസുമായിട്ടാണ് അതിൻ്റെ ലിങ്കിങ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ക്യാഷ് എന്ന് പറയുമ്പോൾ, ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ലൈന് എന്ന് പറയാം. LINE ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയാം, ഇൻഡെക്സ് എന്ന് പറയാം. അപ്പം ചോദ്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ എങ്ങനെയെങ്കിലും ചോദ്യം ഇട്ടിട്ട് നമ്മൾ പല പേരാ കറക്കും. കാണുന്നത്. പല വേർഡിലിട്ട് കറക്കും. അപ്പോൾ എല്ലാം ക്യാഷ് തന്നെയാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നപ്പം ലൈന മെമ്മറി എന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്മറി എന്നോ ബ്ലോക്ക് സൈസ് എന്നോ അല്ലെങ്കിൽ ഇൻഡെക്സ് സൈസ് എന്നോ ഒക്കെ പറയും. എല്ലാം സംഗതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ടേംസുമായിട്ട് ബന്ധം അറിയണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഇൻ എ ഡയറക്റ്റ് മാപ്പിംഗ് ഈച്ച് ബ്ലോക്ക് ഇൻ ദ പ്രൈമറി മെമ്മറി ഈസ് മാപ്ഡ് ഇൻ ടു ദി സ്പെസിഫിക് ബ്ലോക്ക് ഇൻ ദി ക്യാഷ് മെമ്മറി എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഓരോ ബ്ലോക്കും, പ്രൈമറി മെമ്മറിയിലുള്ള ഓരോ ബ്ലോക്കും നമ്മൾ മാപ്പ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിലുള്ള ബ്ലോക്കിലെ സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലോക്കിലേക്കാണ് അത് മാപ്പ് ചെയ്യുക എന്നുള്ളത്. അവിടേക്കും കൂടി എല്ലായിടത്തേക്കും കൊണ്ട് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തെ അങ്ങനെ തന്നെ മാപ്പിംഗ് ചെയ്യണം എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് മെയിൻ മെമ്മറിയിൽ ഇപ്പോൾ ഉള്ള ഓർഡറിൽ തന്നെയാ, ക്യാഷ് മെയിൻ മെമ്മറി. മെമ്മറിയിലുള്ള ഓർഡർ തന്നെ മെമ്മറിയിലേക്ക്. അതെ അതെ, മെമ്മറിയിലുള്ള അതേ ഓർഡർ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡയറക്റ്റ് മാപ്പിങ്ങിലാണ് പറയുന്നത്, മറ്റേതല്ല. അസോസിയേറ്റിലും സെറ്റ് അസോസിയേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ പ്രൈമറി മെമ്മറി എന്നുള്ള അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലുള്ള അതേ ഓർഡറിൽ തന്നെ ഫസ്റ്റത്തെ ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലൈൻ എന്നുള്ളത് ക്യാഷ് മെമ്മറിയിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ മാപ്പിംഗ് വരുന്നത് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് അസോസിയേറ്റ് ആണ്. അറിഞ്ഞാലോ അത് പിന്നെ നിറയാന്ന് പറയുമ്പം അത് നമ്മൾ എന്ത് ചെയ്യും, റീഫ്രഷ് ചെയ്യും. നമുക്ക് ആ ഒരു ആവശ്യമുള്ള സമയത്തുള്ള എടുത്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അതിന് നമുക്ക് റൊട്ടേഷനും ഒരു സിസ്റ്റം വരുന്നുണ്ട്, അതിലേക്ക് നമുക്കത് പറയാം. അപ്പോൾ അത് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതുപോലെ കംപ്ലീറ്റ് അങ്ങോട്ട് പോയിട്ട് ബ്ലോക്ക് ചെയ്യില്ല. നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാവുന്ന ആവശ്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരുപാട് സംഗതി ഉണ്ട്. റൈറ്റ് ത്രൂ, റൈറ്റ് ബാക്ക് എന്നുള്ള ഒരുപാട് കോൺസെപ്റ്റ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ഡാറ്റ, അതൊന്നും നമുക്കവിടെ പറയുന്നില്ല, നേരെ മാപ്പിങ്ങിലേക്ക് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ അതും പറഞ്ഞാൽ പിന്നെ അവിടേക്ക് എത്തൂല. അതാണ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് മെമ്മറി എന്നുള്ളതിന് മനസ്സിലായില്ലേ? ഒരു പിന്നെ നമുക്ക് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ക്യാഷ് മെമ്മറി ഈസ് എ പ്ലേസ്ഡ് ബിറ്റ്വീൻ, മനസ്സിലായില്ലേ? ക്യാഷ് മെമ്മറി ഈസ് എ പ്ലേസ്ഡ് ബിറ്റ്വീൻ CPU ആൻഡ് പ്രൈമറി മെമ്മറി എന്നുള്ളതാണ്. അതെ അതെ അതെ. അതായത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെയും റാമിൻ്റെയും ഇടയിലുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, അതെന്തിനാണ് ഉപയോഗിക്കുക ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഒരു എസ്സേ വരുമ്പോൾ ക്യാഷ് മെമ്മറിനെ കുറിച്ച്. യെസ്, അതാണ്. അപ്പം റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഹാർഡ് ഡിസ്കിനേക്കാളൊക്കെ ഫാസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം, അത് മെക്കാനിക്കലും ഡിവൈസാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ USB അതൊക്കെ വേറൊരു ഡിവൈസാണ്. പക്ഷേ അതിനേക്കാളൊക്കെ സ്പീഡാണ് റാം എന്നുള്ളത്. ഭയങ്കര സ്പീഡാണ്. പക്ഷേ ആ റാമിനേക്കാളും സ്പീഡാണ് ആര്, പിന്നെ ക്യാഷ് മെമ്മറി എന്നുള്ളത്. അതായത് CPU എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ CPU ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഈ റാമിൻ്റെ ഡാറ്റ എടുക്കാൻ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒരിക്കലും ഡാറ്റ എടുക്കാൻ കഴിയില്ല ഡയറക്റ്റ് പോയിട്ട്. അപ്പോൾ അത് ആവശ്യമുള്ളത് റാമിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. പക്ഷേ CPU എന്ന് പറഞ്ഞാൽ Core i3, Core i5 എന്നൊക്കെ, അല്ലെങ്കിൽ Core i7, Core എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്കൻഡ്സിൽ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ് ആയിരിക്കും അത്രയും ഇൻസ്ട്രക്ഷൻസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് റാമിൽ നിന്ന് ഡാറ്റ വരിക എന്ന് പറഞ്ഞത് ഭയങ്കര സ്ലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പം CPUവിന് ആവശ്യമുള്ള CPU-ൻ്റെ ആ ഒരു സ്പീഡിന് ആവശ്യമുള്ള രീതിയിൽ ഡാറ്റ സപ്ലൈ ചെയ്യാൻ റാമിന് സാധിക്കില്ല. അപ്പോൾ ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അവിടെ ക്യാഷ് മെമ്മറി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാഷ് മെമ്മറിക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം പിന്നെ നിങ്ങൾ സാധാരണ മെമ്മറിയൊക്കെ 4GB 8GB റാമൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉള്ള മെഷീനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൻ്റെ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ 64 KB അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 128 KB അങ്ങനെ KB മാത്രമേ വരുള്ളൂ. അത് ശരിക്കും GB MB ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അത്രക്കും അത് എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള CPUവിന് ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് തൊട്ട് ബാക്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ CPU പറയുമ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ CPU ഒരു കാര്യം ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഡാറ്റ ആവശ്യമുണ്ടാവും, നെക്സ്റ്റ് ഡാറ്റ. അതിനാണ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടെമ്പറൽ ലൊക്കാലിറ്റിയും സ്പേഷ്യൽ ലൊക്കാലിറ്റിയും ഉണ്ട്. അതൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഈ ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ഇനി അടുത്തത് CPU എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഡാറ്റ അവിടെ കൊണ്ടേക്കും. ആ സമയത്ത് ഈ CPU പിന്നെയും ഒരു സംഗതി റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഡാറ്റനെയും അവിടെ കൊണ്ടുപോയിട്ട് സ്പേസിൽ കൊണ്ടുപോയി റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ക്യാഷ് മെമ്മറിയിൽ ഉണ്ടാവുക. കാരണം റാമിൻ്റെ അതേപോലെ ആ ഒരു സാധനം ക്യാഷ് മെമ്മറി കൊണ്ട് വെക്കാൻ കഴിയില്ല. റാം പറഞ്ഞാൽ 4GB 8GB ഒക്കെ ആയിരിക്കും. ആ ഡാറ്റ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് ക്യാഷ് മെമ്മറിയിൽ വെക്കാൻ കഴിയില്ല. പക്ഷേ ക്യാഷ് മെമ്മറിയിൽ ആവശ്യമുള്ള CPUവിന് ആവശ്യമുള്ളത് മാത്രമേ ക്യാഷിൽ കൊണ്ടുപോയി ലോഡ് ചെയ്യുള്ളൂ. പക്ഷേ ലോഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ ഫസ്റ്റ് അവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ആ രീതിയിൽ പല മെത്തേഡാണ് ഉപയോഗിക്കുക. അത് ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതിനേക്കാളും സ്പീഡ് കൂടിയത് സെറ്റ് അസോസിയേറ്റ് വേറെ വരുന്നുണ്ട്, അതേപോലെ വേറൊന്ന് പിന്നെ അസോസിയേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പോരായ്മകളൊക്കെ ഒന്നിലൊന്ന് നികത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാക്കേണ്ടത് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ക്യാഷ് മെമ്മറി ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ CPU ആൻഡ് പ്രൈമറി മെമ്മറി. ഇറ്റ് റെഡ്യൂസ് ദി സ്പീഡ് ഇൻബാലൻസസ് ബിറ്റ്വീൻ CPU രജിസ്റ്റേഴ്സ് ആൻഡ് പ്രൈമറി മെമ്മറി എന്നുള്ളതാണ്. അതായത് സ്പീഡ് ഇൻബാലൻസ് ചെയ്യുക ഒരു പ്രശ്നമുണ്ട്. കാരണം CPU ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര രജിസ്റ്റേഴ്സാണ് അതിൽ ഉപയോഗിക്കുക. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി തന്നെയാണ്, CPUവിനകത്തുള്ള മെമ്മറിയാണ്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആ ഒരു സ്പീഡും പ്രൈമറി മെമ്മറീൻ്റെ സ്പീഡും തമ്മിലൊരു
ഒരു കോമ്പാറ്റിബിലിറ്റി പ്രോബ്ലം വരും. അപ്പോൾ അത് കുറക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി, പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്യാഷ് മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ക്യാഷ് മെമ്മറി ഈസ് വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി എന്നുള്ള ഒരു സംഗതിയിലാണ് വർക്ക് ചെയ്യുക. അതിൻ്റെ 2 തരമുണ്ട്, സ്പേഷ്യൽ ലൊക്കാലിറ്റിയും ടെമ്പറൽ ലൊക്കാലിറ്റി. ഇതാണ് ഒരു ക്യാഷ് മെമ്മറിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതിലിപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്, നിങ്ങൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഡാറ്റ, റാമത്തെ ഡാറ്റ കംപ്ലീറ്റ് നമുക്ക് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, ക്യാഷിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. എന്തായാലും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വളരെ കുറഞ്ഞ സൈസായിരിക്കും ക്യാഷ് മെമ്മറിയിൽ ഉണ്ടാകുക. അപ്പോൾ അതിൽ നമുക്ക് കംപ്ലീറ്റ്, അപ്പോൾ ആവശ്യമുള്ള CPU തൊട്ട് മുമ്പും ബാക്കിലുള്ള ഡാറ്റ ആവശ്യമുള്ളത് മാത്രമേ അതിൽ കൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. അതാണത് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എ പ്രോഗ്രാം ആക്സസ് റിലേറ്റീവ്ലി സ്മോൾ പോർഷൻ ഓഫ് ഇസ് അഡ്രസ് സ്പേസ് അറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി എന്നുള്ളത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റിയിലാണ് ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രോഗ്രാം ആക്സസ് റിലേറ്റീവ്ലി സ്മോൾ പോർഷൻസ് ഓഫ് ഇറ്റ്സ് അഡ്രസ് സ്പേസ് അറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ടൈം. അതാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെമ്പററി ലൊക്കാലിറ്റിയും വേറൊന്ന് സ്പെഷ്യൽ ലൊക്കാലിറ്റി. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ നേരെ പ്രോബ്ലത്തേക്ക് കിടക്കാം. പ്രോബ്ലമാണപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ വരാം, തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. മാപ്പിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് തന്നെ വരികയാണ്. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മാപ്പിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ആ ഡയറക്റ്റ് മാപ്പിങ്ങിലുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ വരുന്നുണ്ട്. ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയാൻ പോകുന്നത്. ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പം അതിൽ വരുന്ന ടേംസൊക്കെ പറയാം. അത് നോട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് പറയണോ? അങ്ങനെ ഓക്കെ. അപ്പം ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നത് അങ്ങോട്ട് വടകരയ്ക്ക് അയച്ചു കൊടുക്കാനാണ്. അത് സാറോട് ചോദിച്ചാൽ സാറ് തരേണ്ടതാണ്. സാറ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഇൻഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മാപ്പിംഗ് അസോസിയേറ്റും സെറ്റ് അസോസിയേറ്റും മാപ്പിംഗ് എന്ന് പറഞ്ഞു. അതിൽ ഡയറക്റ്റ് മാപ്പിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. ഇൻ ഡയറക്റ്റ് മാപ്പിംഗ് ഈച്ച് ബ്ലോക്ക് ഇൻ ദി പ്രൈമറി മെമ്മറി ഈസ് മാപ്ഡ് ഇൻ ടു ദി സ്പെസിഫിക് ബ്ലോക്ക് ഇൻ ദ ക്യാഷ് മെമ്മറി എന്നാണ്. അത് പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്യാഷ് മെമ്മറിയിലേക്കായിരിക്കും ഇത് എന്ത് ചെയ്യണത്, ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് എവിടുന്ന്, അത് പ്രൈമറി മെമ്മറി ഉള്ളത് നേരെ കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ടാവും. അത് ഡയറക്റ്റ് മാപ്പിങ്ങിലാണ് അങ്ങനെ വരുന്നത്. അത് ആ 1 to 1 അല്ലെങ്കിൽ 2 എന്നുള്ളത് ലൊക്കാലിറ്റിയിൽ നിന്ന് അടുത്ത 2ലേക്ക് അല്ലെങ്കിൽ 1 നിന്ന് 1ലേക്ക് ആ ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കൊള്ളാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ സോൾവ് ചെയ്യാനാണ് തൊട്ടടുത്ത മെത്തേഡൊക്കെ വരുന്നത്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇതെന്താ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ ഡയറക്റ്റ് മാപ്പിംഗ് ഈച്ച് ബ്ലോക്ക് ഇൻ ദി പ്രൈമറി മെമ്മറി ഈസ് മാപ്ഡ് ഇൻ ടു ദി സ്പെസിഫിക് ബ്ലോക്ക് ഇൻ ദ ക്യാഷ് മെമ്മറി എന്ന് പറയും. അതെന്താണെന്ന് പറയാൻ പോകണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ബ്ലോക്ക് ഇൻ പ്രൈമറി മെമ്മറി ഈസ് മാപ്ഡ് ഇൻ ടു ദി ഫസ്റ്റ് ബ്ലോക്ക് ഇൻ ദി ക്യാഷ് മെമ്മറി എന്നുള്ളതാണ്. അപ്പം ആ ആദ്യത്തെ ബ്ലോക്ക് പ്രൈമറി മെമ്മറി ആയിട്ടും പ്രൈമറി മെമ്മറിയുള്ള ഫസ്റ്റ് ബ്ലോക്കും ക്യാഷ് മെമ്മറിയുള്ള ഫസ്റ്റ് ബ്ലോക്കുമായിട്ടാണ് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നുള്ളത് ഇൻ ഡയറക്റ്റ് മാപ്പിംഗ് ഈച്ച് അഡ്രസ് കണ്ടെയ്ൻസ് 3 പാർട്സ് എന്ന് വരുന്നുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഡയറക്റ്റ് മാപ്പിങ്ങിൽ വരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ്. അതിന് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ്. ഇതിൽ ബിറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിന്, ബ്ലോക്ക് ഓർ ലൈൻ എന്ന് പറഞ്ഞ സംഗതി. അതായത് നമ്മൾ ഒന്നെങ്കിൽ ബ്ലോക്ക് എന്ന് പറയാം, ബ്ലോക്ക് മെമ്മറി, അല്ലെങ്കിൽ ലൈൻ, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു. ഇൻഡെക്സ് ഇതൊക്കെ ഒരേ പേര് തന്നെ, വ്യത്യസ്ത പേരിൽ അറിഞ്ഞാലും സംഗതി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ക്വസ്റ്റ്യൻ ചിലപ്പം ഇൻഡെക്സ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലൈന് എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ രീതിയിലാണ് ചോദിക്കുക. അപ്പം നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ്. ബ്ലോക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സിലാണ്, അല്ലെങ്കിൽ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സിലാണ്. അതേപോലെ ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സിൽ തന്നെയാണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ഓഫ്സെറ്റ് എന്നൊരു കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. ഈ ഓഫ്സെറ്റ് എന്നുള്ളത് എന്ത് തന്നെയാണ്, അത് ഫോർ റെപ്രസെൻറ്റിങ്, അതിനും റെപ്രസെൻറ്റ് ചെയ്യുന്ന ബിറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, അത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഓഫ്സെറ്റ് എന്നുള്ളത് മെമ്മറിക്ക് അകത്തുള്ള ഏരിയയാണ്.
ക്യാഷ് മെമ്മറിക്കകത്തുള്ള. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ മൂന്നാമത്തെ ഭാഗം പറയുന്നത് ദ റിമൈനിങ് ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ടാഗ് ബിറ്റ് എന്ന് പറയും. അതായത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് സൈസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ചോദിക്കുക, എക്സാമിനൊക്കെ ചോദിക്കാം, നമുക്ക് മൊത്തം സൈസ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും സൈസ് ഇത്രയാണ്, മറ്റേ ക്യാഷ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് ക്യാഷിന് ഇത്രയാണ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അതിൻ്റെ ബിറ്റ്സ് കണ്ടെത്തണം. ബിറ്റ്സ് കണ്ടെത്തിയിട്ട് നമുക്ക് ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ടോട്ടൽ എന്ത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ടാഗ് ബിറ്റ് കിട്ടും. അപ്പോൾ ടാഗ് ബിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സൈസ് അറിയണം, മൊത്തം മെമ്മറീൻ്റെ സൈസ് അറിയണം, അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ സൈസ് അറിയണം. ആ ബ്ലോക്കിൻ്റെ സൈസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ മൈനസ് ചെയ്യണം. ഒന്ന് നമുക്ക് അതിൻ്റെ ഓഫ്സെറ്റ് ഒരു ഭാഗമാണ്. അപ്പം ടോട്ടൽ മെമ്മറി യെസ് ടോട്ടൽ സൈസ് മൈനസ് ഓഫ്സെറ്റ് പ്ലസ് ടാഗ്, അത്രയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാഗ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടാഗ് നമ്മൾ പറയാൻ പോകണം. ടാഗ് ആയിരിക്കും ചോദിക്കുക, ടാഗ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ടാഗിൻ്റെ സൈസ് കാണാൻ പറയും. അപ്പോൾ ടാഗ് കാണണമെങ്കിൽ നമുക്ക് ടോട്ടൽ മെമ്മറി തന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ടാഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മെമ്മറി മൈനസ് അതേപോലെ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റ് ബ്ലോക്ക് തന്നിട്ടുണ്ടാവും, ബ്ലോക്കിൻ്റെ സൈസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈനിൻ്റെ സൈസ് തന്നിട്ടുണ്ടാവും, ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡെക്സ് പ്ലസ് ഓഫ്സെറ്റ്. അപ്പോൾ ഓഫ്സെറ്റും ഇൻഡെക്സും കൂട്ടിയിട്ട് ടോട്ടലിന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആര്, ടാഗ് ബിറ്റ് എന്നുള്ളത്. അത് മനസ്സിലാക്കണം. ടാഗ് ബിറ്റ്, ഈ ടാഗ് ബിറ്റ് എന്താണെന്ന് സംഗതി എന്ന് വെച്ചാൽ അത് റിസർവ്ഡ് ആണ്, അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതിൻ്റെ യൂസ് ടു ആസ് യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് ഈ ടാഗ് ബിറ്റ് എന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അത് കാണാനാണ് ചോദിക്കുക. അത് ടാഗ് ബിറ്റ് ഒരു സംഗതിയിലും പിന്നെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ എന്താ അറിയണം, അതിൻ്റെ ബ്ലോക്ക് സൈസ്, മെമ്മറീൻ്റെ ബ്ലോക്ക് സൈസോ അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ ക്യാഷ് ബ്ലോക്ക്, ക്യാഷ് ഇൻഡെക്സ്, ക്യാഷ് ലൈന്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ബിറ്റ്സ് കണ്ടെത്തിയിട്ട് അതേപോലെ ഓഫ്സെറ്റും തന്നിട്ടുണ്ടാവും. ഓഫ്സെറ്റ് നേരിട്ട് തരില്ല, നമുക്ക് കണ്ടെത്തണം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൻ്റെ സൈസ്, അതാണ് ഒരു ബ്ലോക്കിൻ്റെ സൈസിൻ്റെ ബിറ്റ്സാണ്, അതാണ് ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതും കൂട്ടിയിട്ട് പിന്നെ മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ ടോട്ടൽ ബിറ്റ്സ് എന്നുള്ളൊരു ടാഗ് ബിറ്റ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പറഞ്ഞ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡയറക്റ്റ് മാപ്പിംഗ്, ഈച്ച് അഡ്രസ് കണ്ടെയ്ൻ 3 പാർട്സ്. ഫസ്റ്റ് വൺ ഇസ് നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിംഗ് ബ്ലോക്ക് ഓർ ലൈൻ ഓർ ഇൻഡെക്സ്. അതായത് ഇൻഡെക്സോ ലൈനോ ബ്ലോക്കോ ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സിലാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. രണ്ടാമത്തത് നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിംഗ് ഓഫ്സെറ്റ്. ഈ ഓഫ്സെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതെന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ ആ ഒരു പിന്നെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും 64 KB MB എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ ബിറ്റ്സായി കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ. അപ്പോൾ അതിനൊക്കെ നമ്മൾ log to n കോൺസെപ്റ്റൊക്കെ പഠിക്കേണ്ടതുണ്ട്. log to n ലോഗ് എന്താണ്, ഒരു ബിറ്റ്സിനെ പിന്നെ ടോട്ടൽ സൈസിനെ ബിറ്റ്സായിട്ട് ബിറ്റ്സായിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് ലോഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലോഗ് വെച്ചിട്ട് അതൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ലോഗിൻ്റെ ഒരു ചെറിയൊരു സംഗതി കൂടി നമുക്കവിടെ വരുന്നുണ്ട്. മാത്തമാറ്റിക്സിലെ log to n എന്നൊക്കെയാണ് പറയാം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതേപോലെ അതിൻ്റെ റിമൈനിങ് ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ രണ്ട് സംഗതി ടോട്ടലിന് ഈ രണ്ടും കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ കിട്ടുന്നതാണ് ടാഗ് ബിറ്റ്. അപ്പോൾ ടാഗ് ബിറ്റ് ആയിരിക്കും നമുക്ക് കാണേണ്ടി വരിക, കാരണം ഓരോന്നിനും വ്യത്യസ്തമായ ടാഗ് ബിറ്റ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ റിസർവായി ചെയ്ത് വെച്ചത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാഗ് ബിറ്റ്സ് ആർ റിസർവ്ഡ് ആൻഡ് യൂസ്ഡ് ആസ് യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഫോർമുല വരുന്നുണ്ട്. ആ ഫോർമുലയൊക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളും, കാരണം വോയിസ് കിട്ടാൻ കാത്തിക്കണ്ട, കാരണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാനുണ്ടാവും. പ്രോബ്ലം ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരില്ലേ, ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഇത് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഇപ്പം മാപ്പിംഗ് എന്നുള്ളത് ഡയറക്റ്റ് മാപ്പിങ്ങിൽ വരുന്നത് 3 ടേമാണെന്ന് പറഞ്ഞു. ഒന്ന് ടാഗ്, ബ്ലോക്ക്, ഓഫ്സെറ്റ്. ഇത് മറക്കരുത്, അത് മാപ്പിംഗ് വരുന്ന ഡയറക്റ്റ് മാപ്പിങ്ങിലാണ്. അപ്പോൾ ഡയറക്റ്റ് മാപ്പിങ്ങിൽ 3 ഉണ്ടാവും, ടാഗും ബ്ലോക്കും ഓഫ്സെറ്റും. ഇത് 3 കൂടി കൂട്ടിയിലാണ് ടോട്ടൽ സൈസ് വരിക. അപ്പോൾ ടോട്ടൽ സൈസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും, ബാക്കി 2 കിട്ടിയെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഈ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുലയാണ് പറയാൻ പോണത്. നമ്പർ ഓഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെക്സ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതിന് നമുക്ക് n എടുക്കുക, n. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ചോദിക്കുകയാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെക്സ് ചോദിക്കുകയാണെങ്കിലൊക്കെ എല്ലാം ഒന്നാണ് മനസ്സിലാക്കുക. അത് നമ്മൾ തൽക്കാലം n = ടോട്ടൽ സൈസ് ഓഫ് ബ്ലോക്ക്.
നമുക്ക് ഒരു ബ്ലോക്ക് തന്നിട്ടുണ്ടാവും, ഒരു ക്യാഷ് മെമ്മറീൻ്റെ ബ്ലോക്ക് തന്നിട്ടുണ്ടാവും, 64 KB എന്നോ അല്ലെങ്കിൽ 64 MB എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അത് ടോട്ടൽ സൈസ് ഓഫ് ബ്ലോക്ക് ഡിവൈഡഡ് ബൈ 1 ബ്ലോക്ക് സൈസ്. ടോട്ടൽ ബ്ലോക്കിനെ ടോട്ടൽ എത്ര നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ 64 ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടാവും 8 bits എന്നോ അല്ലെങ്കിൽ 8 ബ്ലോക്ക് എന്നോ അല്ലെങ്കിൽ 64നെ നമുക്ക് 4 byte ബ്ലോക്ക് എന്നൊക്കെ തന്നിട്ടുണ്ടാവും. ആ ബ്ലോക്ക് കൊണ്ട് അരിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് തന്നെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ദി ഇൻഡെക്സ് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഒന്നും കൂടി പറയാം, നമ്പർ ഓഫ് ബ്ലോക്ക് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു, എല്ലാം ഒന്ന് തന്നെയാണ്, ഈക്വൽ ടു ടോട്ടൽ സൈസ് ഓഫ് ബ്ലോക്ക്. ടോട്ടൽ സൈസ് ഓഫ് ബ്ലോക്ക്, ബ്ലോക്ക് എന്ന് പറയുമ്പം അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, ക്യാഷാണ്. ടോട്ടൽ സൈസ് ഓഫ് ബ്ലോക്ക് ബൈ 1 ബ്ലോക്ക് സൈസ്. അതാണ് നമുക്ക് n കാണാനുള്ള ഫോർമുല. രണ്ടാമത്തത് കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോട്ട് വെച്ചോളൂ. രണ്ടാമത്തെ ഫോർമുല പറഞ്ഞത് നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ്, നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ബ്ലോക്ക്. ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് അറിയണം. കാരണം നമുക്ക് ബ്ലോക്ക് കിട്ടി, നേരത്തെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് n എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ഉണ്ടെന്ന് അറിയണം. നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ബ്ലോക്ക്, അത് ബ്ലോക്ക് ആവാം, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ലൈൻ ആവാം, നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ഇൻഡെക്സ് ആവാം. അത് കാണണമെങ്കിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലോഗ് ടു n. അത് ഞാൻ എങ്ങനെ ഇവിടെ എനിക്ക് എഴുതാൻ അറിയില്ലേ, ലോഗ് എന്ന് എഴുതിയിട്ട് അടിയിൽ ബേസിൽ 2 എന്ന് എഴുതുക, പിന്നെ n എന്ന് എഴുതുക, ലോഗ് ടു n. മനസ്സിലായില്ലേ? എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ക്യാമറ കാണിക്കണോ? ലോഗ് 2 എങ്ങനെ പറഞ്ഞോളൂ, കിട്ടിയില്ലേ? കാണിക്കണമെങ്കിൽ ക്യാമറക്ക് ഒന്ന് ഓണാക്കട്ടെ. ഫോണിൽ ലോഗിൻ ചെയ്ത് ഔട്ടായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഇപ്പം വരാം. ഫോൺ ഇങ്ങനെ എഴുതണം, ലോഗ് ടു n എന്നുള്ളത് ഈ രീതിയിൽ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലോഗ് എന്നുള്ളത് സാധാരണ നമുക്ക് ലോഗരിതം ടേബിളൊക്കെ വെച്ച് ചെയ്യാനുള്ള സംഗതിയാണ്. അപ്പോൾ n എന്നുള്ളത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് കാണാൻ വേണ്ടിയുള്ള സംഗതി. അപ്പോൾ ഈ n എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ബിറ്റ്സിലേക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ 2n പവറാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ അത് എന്തായാലും ചോദിക്കുക, ഒന്നെങ്കിൽ 64, 28 അങ്ങനെയുള്ള നമ്പറായിരിക്കും ചോദിക്കുക, 232 അല്ലെങ്കിൽ 210 അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് നമ്പറിലായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ ലോഗ് ടു ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവം വെച്ചാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ബ്ലോക്ക്, നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ എടുത്ത് സാറ് ക്യാമറ അത് കാണിക്കണമെന്നില്ല. കിട്ടി ലോഗ് എഴുതുന്ന ഓക്കെ. ലോഗ് ടു n എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോഗ് ടു n എഴുതുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് 64 KB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ
64 നമ്മൾ 2�6 എഴുതേണ്ടി വരും. ഇൻറ്റു കെ ബി നമ്മൾ എന്ത് ചെയ്യണം, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2⁻10 എന്ന് വരും. 2⁻10 എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇങ്ങനെ വരും. 2024 ഇപ്പോൾ 2⁻16 അവിടെ വരിക. മനസ്സിലായില്ലേ? ടോട്ടൽ 2⁻16. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലോഗ് ടു ഈ n എന്ന് പറഞ്ഞാൽ 2⁻16 ആണ്. അപ്പോൾ 2⁻16 എന്നാണ് വരിക. ഇങ്ങനെ എഴുതണം. അങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ട്. ലോഗ് ടു 2⁻16 എഴുതണം. അപ്പോൾ എന്താ ആൻസർ? 60 മാത്രമേ കിട്ടുള്ളൂ. 16 ബിറ്റ്സ് എന്ന് പറയും. മനസ്സിലായി? ആ 16 കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കളികൾ കളിക്കുന്നത്, ലോഗ് ടുവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് അത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2⁻16 ആ ലെവൽ ടോട്ടലിൽ നിന്ന് നമുക്ക് ഓരോന്നും കാണാൻ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം. ഞാൻ ക്യാമറ ഓഫ് ആക്കട്ടെ, നീ ഡൗട്ടിനെ ഇപ്പോൾ ഓണാക്കാം. ഇപ്പം ഇതിൽ അപ്പോൾ അങ്ങനെ. അപ്പോൾ അതേപോലെ പിന്നെ ഓഫ്സെറ്റ് കാണാനുണ്ടാവും. ഓഫ്സെറ്റ് കാണുന്നതും അതുപോലെ തന്നെയാണ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ഓഫ്സെറ്റ്. അപ്പോൾ ഒരു ഓഫ്സെറ്റിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി അത് ചെയ്യുന്നതും ഫോർ ഓഫ്സെറ്റ് ഈക്വൽ ടു ലോഗ് ടു എന്ന് എഴുതിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് 1 ബ്ലോക്ക് സൈസ് എന്നുള്ളതാണ്. ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ് കൊടുക്കുന്നുണ്ടോ, എത്ര ബിറ്റ് ഉണ്ടോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഓഫ്സെറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ലോഗ് ടു നേരത്തെ പറയുമ്പോൾ ലോഗ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെപ്രസെൻറ്റിങ് ബ്ലോക്കിൻ്റെ സൈസ്. ആ ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ഉണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ്, ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അതാണ് ഓഫ്സെറ്റ്. ബ്ലോക്കിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ട് എന്ന് അറിയാനാണ് ഓഫ്സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് എന്താണെന്ന് അറിയാം. അതേപോലെ ബ്ലോക്ക് അല്ലെങ്കിൽ ലൈന് അല്ലെങ്കിൽ ഇൻഡെക്സ് അത് കാണാമെന്ന് പറഞ്ഞാൽ അത് ലോഗ് ടു n ആണ്. അപ്പോൾ n കാണാൻ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ബൈ 1 ബ്ലോക്ക് സൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും, ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ n എന്നുണ്ട്. അപ്പോൾ n മൈനസ് ഇതേപോലെ നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ബ്ലോക്ക് പ്ലസ് നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റെപ്രസെൻറ്റിങ് ഓഫ്സെറ്റ് രണ്ടും കൂടിയും കൂട്ടിയിട്ട് മറ്റേന്ന് ടോട്ടലിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതായത് ഇത് റിമൈനിങ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ടാഗ് എന്നാണ്. ടാഗ് ദ റിമൈനിങ് ബിറ്റ്സ് ഈക്വൽ ടു ടാഗ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ടാഗ് കാണുന്നത്. ഓഫ്സെറ്റ് കാണുന്നത് ലോഗ് ടു 1 ബ്ലോക്ക് സൈസ്, ഒരു ബ്ലോക്കിന്റെ സൈസ്, ഒരു ബ്ലോക്ക്. നേരത്തെ നമ്മൾ n കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത ഡിവൈസർ ഉപയോഗിക്കും അല്ലേ? നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് കട്ട് ബ്ലോക്ക് ഡിവൈഡ് ബൈ വൺ ബ്ലോക്ക് സൈസ് അല്ലേ? യെസ്. ആ ഒരു ബ്ലോക്ക് സൈസ് എത്ര ഉണ്ട് അതിന്റെ ബിറ്റ്സ് അറിയണം. ഒരു ബ്ലോക്ക് സൈസ് പറയുമ്പോൾ 8 ബിറ്റ്സോ അല്ലെങ്കിൽ 1 ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഇപ്പൊ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ്. കുറച്ച് ചില ക്വസ്റ്റ്യൻ 64 മെമ്മറി വേർഡ്സ് വേർഡ്സ് ഒക്കെ എന്താ? വേർഡ്സ് പറഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാരക്ടറായിട്ട് കൂട്ടാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 64 ഇൻറ്റു ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പം 8 ബിറ്റ്സ് അല്ലേ? 8 ബിറ്റ്സ് കൂടിയിട്ടാണല്ലോ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ 64 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 64 ഇൻറ്റു 88 വരും. അപ്പോൾ അതിന് നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. 2⁻32 അതിൽ നമുക്ക് പിന്നെ 64 എന്ന് പറയുമ്പോൾ 2⁻6 ആണ് വരിക. പിന്നെ ഇൻറ്റു 8 2⁻3 കൂടിയും വരും 8ലേക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താൽ മതി. നോക്കാം എന്താ. പിന്നെ ഞാൻ ചോദ്യം പറയാം, ജസ്റ്റ് ഒന്ന് എഴുതാൻ പറ്റും നോക്കുക. വലിയതൊന്നുമില്ല, ചെറിയ സിമ്പിൾ ചോദ്യമാണ്. അങ്ങ് മനസ്സിലാക്കാൻ പറ്റും എളുപ്പത്തിൽ. സംഗതി ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ ചോദ്യം എഴുതിക്കോളൂ. റെഡിയാണോ? ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ചോദ്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് 32. comma 64 byte lines 64 byte lines and 32 KB cache and 32 KB cache.
ഓക്കെ. Find the number of bits for find the number of bits for tagline and offset. Tagline and offset. Tagline and offset. സാറി ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 32. അതെന്താ നമ്മുടെ ബ്ലോക്ക് സൈസ് ആണ് പറയുന്നത്? അത് ചോദ്യം അങ്ങനെ തന്നെ. ടോട്ടൽ അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയെന്ന് കിട്ടി, 32 ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഇനി. അപ്പോൾ ടോട്ടൽ സൈസ് കിട്ടി, നമുക്ക് 32 ബിറ്റ്സ് ആണെന്ന് മനസ്സിലായി. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കില്ല, ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ദി മെമ്മറി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 64 KB അല്ലെങ്കിൽ 64 GB എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിന് ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ യെസ്, ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ N എന്നുള്ളത് 32 എന്ന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ഓരോന്നിന്റെ സൈസ് ആണ്, ഓരോ ലൈൻ ഈച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ലൈനിന്റെ സൈസ് ആണ് 16 ബൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ 16 അല്ല 64 ആണേ. 64 ബൈറ്റ് ലൈൻസ് എന്നാണ്. 64 ബൈറ്റ് ലൈൻസ്. 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ക്യാഷ് മെമ്മറിൻ്റെ സൈസാണ്. ക്യാഷ് മെമ്മറിൻ്റെ സൈസായിട്ട് വരും, ഒരു ബ്ലോക്ക് സൈസാണത്. അപ്പോൾ നമുക്ക് അറിയണം എന്താണെന്ന് വെച്ചാൽ 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ, ആ ലൈൻസിനാണ് ഉപയോഗിച്ചത്. അതിന് 64 ബൈറ്റ് ഇൻഡെക്സ്, അതിന് 64 ബൈറ്റ് ബ്ലോക്ക് സൈസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ബ്ലോക്ക് സൈസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, പിന്നെ ഡൗട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും തരൂല നമുക്ക് തരുക എന്തെങ്കിലും നമ്മളെ പിന്നെ ടെസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലൈൻസ് എന്നോ ഇൻഡെക്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എന്നുള്ള ടോട്ടൽ ബിറ്റ്സ് ആണ് മൊത്തം. നമുക്ക് ആ ഒരു സംഗതിയിലുള്ള പിന്നെ മെമ്മറിയിലുള്ള ടോട്ടൽ ബിറ്റ്സ് 32 എന്നാണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ സൈസ് ഓഫ് ദി ബ്ലോക്ക് എത്രയാണ് നോക്കണം. ടോട്ടൽ സൈസ് ഓഫ് ദി ബ്ലോക്ക്, ആ ബ്ലോക്കിൻ്റെ സൈസ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യണം, അത് കാണണം നമ്മൾ. അപ്പോൾ N നമുക്ക് കാണണം. N ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ദി ബ്ലോക്സ് തന്നെ, എത്ര ബ്ലോക്ക് ഉണ്ട് നമുക്ക് കണ്ടെത്തണം, എത്ര ബ്ലോക്ക് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് ബൈ 1 ബ്ലോക്ക് എന്നുള്ളതാണ്, 1 ബ്ലോക്ക് സൈസ് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ദി ബിറ്റ്സ് നമുക്ക് കിട്ടി 32 ഉണ്ടോ കിടന്നോട്ടെ, നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യും, മൈനസ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് ലൈൻസ്, നമ്പർ ഓഫ് ദി ബ്ലോക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര ലൈൻ ഉണ്ട്, എത്ര ഇൻഡെക്സ് ഉണ്ട് ആദ്യം കാണാം. N കാണണം. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ദി ടോട്ടൽ സൈസ് ഓഫ് ദി ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ടോട്ടൽ സൈസ് ഓഫ് ദി ബ്ലോക്ക്? 32 KB ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ക്യാഷ് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. ക്യാഷിൻ്റെ 32 KB എന്ന് പറഞ്ഞാൽ ആ ക്യാഷിൻ്റെ മൊത്തം സൈസ് എത്രയാണ്? 32 KB ആണ്. 2/5 into 2/10 അല്ലേ? 15 അല്ലേ? അങ്ങനെ തന്നെയാണ് ഇതുണ്ട്. 2/5 2/10 അതാണ് അതിൻ്റെ എന്താണ് 2/15 തന്നു. ആ 2/15 ആണ് ഇപ്പോൾ ആര് ടോട്ടൽ സൈസ് ഓഫ് ദി ബ്ലോക്ക് ബൈ 1 ബ്ലോക്ക് സൈസ്. 2/5 അതാണ് 64 എന്ന് പറയുന്നതാണോ? 64 എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഒരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 64 ബൈറ്റ്സ് ലൈൻസ് ആണ്. അപ്പോൾ ഒരു ക്യാഷ് നമ്മളെ ക്യാഷിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 64 ബൈറ്റ്സ് ആണ് അതിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ സൈസ്. ആ ബ്ലോക്ക് എന്ന് പറയാൻ ബ്ലോക്ക് പറഞ്ഞേ നമ്പർ ഓഫ് ദി ബ്ലോക്ക്, നമ്പർ ഓഫ് ദി ലൈൻസ്, നമ്പർ ഓഫ് ദി ഇൻഡെക്സ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലൈനിൽ നിന്ന് കാണുമ്പോഴും ഇൻഡെക്സ് നിന്ന് കാണുമ്പോഴും
ബ്ലോക്ക് എന്ന് കാണുമ്പോഴൊക്കെ 64 ശരിക്കും നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അങ്ങനെ ചോദിച്ചാൽ 64 ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ബൈറ്റ് ലൈൻസ് നമ്മൾ പറഞ്ഞത് മനസ്സിലായോ? 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 64 ബൈറ്റ് ബ്ലോക്ക് തന്നെയാണ്. ഈ 64 ബൈറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ലൈനിന്റെ സൈസ് അല്ലേ? ആ 64 ഒരെണ്ണത്തിന്റെ അല്ല. ലൈൻസ് എന്ന് പറഞ്ഞ ഇല്ല, ലൈൻസ് എന്ന് പറഞ്ഞതും ഇൻഡെക്സ് എന്ന് പറഞ്ഞതും ബ്ലോക്ക് എന്നൊക്കെ സെയിം തന്നെയാണ്, വേറെ വേറെ ടേംസ് ആണ്. ഓക്കെ, ഈ 64 എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന്റെ സൈസ് ആണ്, ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ലൈനിന്റെ സൈസ് ആണ്. ഒരെണ്ണത്തിന്റെ സൈസാണ്, ഓക്കെ ഓക്കെ. ഒരു ബ്ലോക്കിന്റെ സൈസ്. നമ്മുടെ ടോട്ടൽ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2⁻15. യെസ്. അപ്പൊ നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയണം, അതാണ് n. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ കേസിൽ വരുമ്പം 2⁻9 എത്ര കിട്ടി? എത്ര കിട്ടി? 2⁻9 അല്ലേ വരുന്നത്? യെസ്. 2⁻15/2⁻6 വെട്ടി കഴിഞ്ഞാൽ 2⁻9 ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം n എന്നുള്ളത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2⁻9 ബ്ലോക്ക് ഉണ്ട്, ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ഒരു ലൈനിന്റെ ഒരു ഇൻഡെക്സിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എത്ര ബിറ്റ് ഉപയോഗിക്കുന്നുണ്ട്? 9 അല്ലേ? യെസ്, 9 ബിറ്റ്. അപ്പോൾ നമുക്ക് 1 കിട്ടി. നമുക്ക് അതിൻ്റെ ആൻസറിൻ്റെ ഒരു സംഗതി കിട്ടി. നമുക്ക് ബ്ലോക്ക് എന്നുള്ള സംഗതി കിട്ടി. ബ്ലോക്കിൻ്റെ സൈസ്, നമ്പർ ഓഫ് ദി ബ്ലോക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ദി, നമുക്ക് കാണാനുള്ളത് ടാഗും ഓഫ്സെറ്റും ആണ്. നമുക്കിപ്പം കിട്ടിയത് 9 എന്ന് പറയുന്നത് 2⁻9 n എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലോക്കാണ്. ബ്ലോക്കിന്റെ ബിറ്റ്സ് കിട്ടി. ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഇവിടെ നിന്ന് അതിൻ്റെ ഒരു സ്ക്രീൻ ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ഏരിയയാണ് ഇത്. നമുക്ക് മൊത്തത്തിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും വിചാരിക്കണേ. നമ്മുടെ ചെയ്യാം. ഇതിൽ നമുക്ക് മൊത്തം നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിൽ 3 ഭാഗമാണ്. ഇതാണ് മൊത്തം സൈസ് എന്ന് പറയുന്നത്, മൊത്തം നമ്പർ ഓഫ് ബിറ്റ്സ്. ഇത് 32 നമുക്ക് തന്നിട്ടുണ്ട്. 32 ബിറ്റ്സ് കാണുന്നുണ്ടോ? പിന്നെ മാറ്റണോ? സ്കെച്ച് എടുക്കണോ? ഒരു മിനിറ്റ്. ഇത് മൊത്തം നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലുണ്ട് 32 ബിറ്റ്സും തന്നിട്ടുണ്ട്. 32 ബിറ്റ്സ് നമുക്ക് ഈ ഒരു മെമ്മറീനെ, ഇതിപ്പം ഡയറക്റ്റ് മാപ്പിങ്ങിൽ 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ടാഗ് ഉണ്ടാവും, വേറൊന്ന് ബ്ലോക്ക്, വേറൊന്ന് ഓഫ്സെറ്റ്. ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഈ ബ്ലോക്ക് എന്ന് പറയുന്നതിനാണ് എന്ത്, ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയാം. ഓഫ്സെറ്റ്, ഇത് ഓഫ്സെറ്റ് വേറെയും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ 32 കിട്ടി. 32 നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ടാഗാണ് കാണാൻ പറഞ്ഞത്. ടാഗും ഓഫ്സെറ്റാണ് കാണാൻ പറഞ്ഞത്. ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് കിട്ടി. ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 9 ആണ്. ഇനി നമുക്ക് ഓഫ്സെറ്റ് കാണണം. ഓഫ്സെറ്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് ടാഗ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും അറിയണം മറ്റേ കിട്ടണമെങ്കിൽ. അപ്പോൾ എന്താണ് ഈ ഓഫ്സെറ്റ് എന്നുള്ളതാണ്. ഒരു ബ്ലോക്ക് സൈസ് എത്രയാണോ എന്നുള്ളതാണ്. പറഞ്ഞ് കേട്ടോ? ഞാൻ മൈക്ക് ഉപയോഗിച്ചപ്പം ഇതായിപ്പോയി. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ട് സാർ. കേട്ടോ? ഇതുവരെ പറഞ്ഞ് കേട്ടോ? കട്ടായോ? തൊട്ട് മുന്നത്തെ കുറച്ച് 2-3 മിനിറ്റ് കട്ടായിപ്പോയി. അപ്പം മൊത്തത്തിൽ ഇതാണ്, ഇങ്ങനെയാണ് വരിക. ഡയറക്റ്റ് മാപ്പിംഗ് ആണ്.
ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. ഡയറക്റ്റ് മാപ്പിങ്ങിൽ മൊത്തം സൈസ് നമുക്ക് തന്നിട്ടുണ്ട്, 32 ബിറ്റ്സും തന്നിട്ടുണ്ട്. ചോദ്യത്തിലുള്ളതാണ് 32 ബിറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് മാപ്പിങ്ങിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട്: ടാഗ്, ബ്ലോക്ക്, ഓഫ്സെറ്റ്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നതിനാണ് ലൈന്, ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. നമുക്കിപ്പം പിന്നെ 32 ബിറ്റ് മൊത്തം കിട്ടിയ സ്ഥിതിക്ക് അത് ചോദ്യത്തിൽ തന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇനി ബാക്കി നമുക്ക് ബ്ലോക്ക് കാണണം. ഈ ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ബിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് 9 കിട്ടി. ഇനി നമുക്ക് ഓഫ്സെറ്റും ടാഗും ആണ് കാണേണ്ടത്. ഈ ഓഫ്സെറ്റും ടാഗും കാണണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് അറിയണം, എന്നാലേ നമുക്ക് മറ്റേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് എടുക്കാം. ഈ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതിയിട്ടുണ്ട് ലോഗ് ടു ലോഗ് ടു 1 ബ്ലോക്ക് സൈസ് എന്നാണ്. 1 ബ്ലോക്ക് സൈസ്, ഒരു ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ ലോഗ് ടു എടുത്തു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് കിട്ടും. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തന്നിട്ടുണ്ട്, എത്ര തന്നത്, 64 ബൈറ്റ് തന്നിട്ടുണ്ട്. അതാണ് അവിടെ ഒരു ബ്ലോക്ക്. 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാലും 64 ബൈറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാലും 64 ബൈറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്, പേര് മാത്രം മാറ്റിയെന്നുള്ളൂ. അപ്പോൾ 64 ബൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, 2⁻6 എന്ന് എഴുതാം അല്ലേ. അതാണ് 64 എന്നുള്ളത്. അപ്പോൾ ഈ 2⁻6 എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഓഫ്സെറ്റ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ടു നമുക്കറിയാം 1 ബ്ലോക്ക് സൈസ് എന്നാണ്. 1 ബ്ലോക്ക് സൈസ്. അപ്പോൾ ലോഗ് ടു 2⁻6 എന്നാണ്. ലോഗ് ടു 2⁻6 ആണ്. ഇതിങ്ങനെ ബേസ് ഇങ്ങനെ തന്നെ വരണം. 2 6 ആണ്. നമുക്ക് എന്താ ചെയ്യാം, 6 എന്ന് എടുക്കാം. 6. അപ്പോൾ 6 ബിറ്റ്സ് ആണ് അവിടെ വരുന്നത്. ആര് റെപ്രസെൻ്റ് ഉപയോഗിക്കുന്നത്, ഒരു ബ്ലോക്കിൽ അതായത് ഓഫ്സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഞാനിവിടെ ഈ ഓഫ്സെറ്റ് എന്നുള്ള ഇവിടെ 6 നിന്നും കൂടി എഴുതാണ് 6. ഇപ്പോൾ ഇവിടെ നമുക്ക് 9 കിട്ടി, 6ഉം കിട്ടി. ഇനി നമുക്ക് ടാഗ് കിട്ടാൻ എളുപ്പമാണ്. കാരണം എന്താണ്, ടോട്ടൽ നമുക്കറിയാം ടാഗ് ഈക്വൽ ടു 32 മൈനസ് 9 പ്ലസ് 6. എത്ര കിട്ടുക, 32 മൈനസ് 15 ആയിരിക്കും. 32 മൈനസ് 17 അല്ലേ വരിക, 70. ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് ടാഗും കിട്ടി, ഓഫ്സെറ്റും കിട്ടി, അതേപോലെ എല്ലാം കിട്ടിയപ്പോൾ ഒന്നും കിട്ടാത്തൊന്നുമില്ല. ഇങ്ങനെയാണ് ചോദ്യം. ഇതാണ് ഏറ്റവും ചെറിയൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രോബ്ലം. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് എന്ന് പറയുന്നത്, മെമ്മറി സൈസ് 32 ബിറ്റ് ആദ്യം തന്നെ. ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ മെമ്മറിയിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ബിറ്റ്സ് 32 ആണ്. 32 ബിറ്റ്സ്. അപ്പം ഈ ക്യാഷിലെ 32 എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ n കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. 32 2⁻6 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിനകത്തുള്ള ബിറ്റ്സിന്റെ എണ്ണം. മനസ്സിലായില്ലേ. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോക്കാം, ഇത് പ്രൈമറി മെമ്മറി ആവും, ഇത് ക്യാഷ് മെമ്മറി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും, ഓരോ ബ്ലോക്ക് ആയിരിക്കും. ഈ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് സെറ്റാക്കും, ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് അറിയേണ്ടത്. മൊത്തം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എത്ര ഉണ്ട് എന്നുള്ള നമുക്ക് നേരത്തെ പറഞ്ഞു. എന്താണ്, ഓരോന്നിനും സൈസ് 64 ആണ്. ഇത് 64 ആണ്, 64 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടണം, എത്ര എണ്ണം കിട്ടാൻ നമുക്ക് പറഞ്ഞു. മൊത്തം ഇതിൻ്റെ റാമിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാഷിൻ്റെ സൈസ് 32 KB എന്ന് പറഞ്ഞു. അപ്പോൾ 32 KB ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള പിന്നെ 64നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈസ് കിട്ടി. അതായത് 32 KB ബൈ 64 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 9 എന്തോ കിട്ടിയില്ല, 2⁻9 കിട്ടി. 2⁻9. അപ്പം ഒന്നിൻ്റെ ഇപ്പം എത്രയായി, ഇങ്ങനത്തെ എത്ര സാധനം ഉണ്ട്, 2⁻9 ആയിട്ടുള്ള ബ്ലോക്കുകൾ ഇതിലുണ്ട്. മനസ്സിലായില്ലേ, 2⁻9 ബ്ലോക്കുകളുണ്ട്. ഓരോന്നിന്റെ സൈസ് ആണ് 2⁻6. യെസ്.
മനസ്സിലായില്ലേ? ഓരോരോ പീസസിന്റെ ആ സൈസാണ് ഓരോ 64 KB ഓരോ എന്ന് പീസിൻ്റെ പറഞ്ഞിരിക്കുന്നത്. സൈസുമാണ് 64 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ ഈ പീസ് സാർ ഇപ്പൊ ഈ 64 ബൈറ്റ് ഉള്ളതില്ലേ, ആ ഈ 64 ബൈറ്റ് നമുക്ക് ചിലപ്പോൾ KB ആക്കിയൊക്കെ തരികയല്ല. അന്നേരം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണ്ടേ? വേണം വേണം. 64 നമുക്ക് ചോദ്യം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 64 ബൈറ്റ്സ് എന്നുള്ളത് 64 KB എന്നോ 64 KB ലൈൻസ്, 64 KB ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ബൈറ്റ് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബിറ്റ്സ്. എന്തായാലും ഇൻറ്റു 1024 കൂടെ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അല്ലേ? ബിറ്റ്സിക്ക് കൺവേർട്ട് ചെയ്യണം. ബിറ്റ്സിക്ക് എടുക്കട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2�6 എന്നോ ഒക്കെ ചെയ്ത മാതിരി ആ ലെവലിലേക്ക് കൊണ്ടുവരണം, 2 ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നിനും സൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ബിറ്റ്സിൻ്റെ എണ്ണം കിട്ടണം. അപ്പോൾ ബിറ്റ്സിലേക്ക് ഏറ്റവും ചെറുതിലേക്ക് ചിലപ്പോൾ GB എന്നൊക്കെ ചോദിക്കും. ഒരു പ്രോബ്ലത്തിൽ GB 64 GB എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അന്നേരം അനുസരിച്ച് 2 പ്രാവശ്യം 1024 ഇൻറ്റു ചെയ്യണം. യെസ്, നമുക്ക് അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം MB ഒക്കെ ആണെങ്കിൽ KB ആകുമ്പോൾ എന്തായി 210 ആയി. പിന്നെ MB ആകുമ്പോൾ ഒരു 210 കൂടി വരും. GB ആകുമ്പോൾ ഒരു 210 കൂടി വരും. അപ്പം മൊത്തം 230 ആയി. GB ആകുമ്പോ അല്ലേ? GB ആകുമ്പോൾ. ഓക്കെ, മനസ്സിലാകണ്ട പറയണത്? മനസ്സിലായി. അപ്പോൾ ആ ചോദ്യം നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തെ കണ്ടെത്താൻ. അത് എന്താണ് ചോദ്യം ചോദിക്കണം നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലം നോക്കൂ, ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി സാറിന് ഞാൻ ഒരു അയച്ച പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അതിനകത്ത് 4 GB റാം ആണ്. 4 GB റാം, മെമ്മറി വേർഡ് ഓഫ് 64 ബിറ്റ്സ്. If it has a cache memory having 1024 blocks having size of 128 bits, bracket 20 memory words, 2 memory words. സാറിന് വാട്സാപ്പിൽ ഞാൻ നോക്കാമോ ക്വസ്റ്റ്യൻ? നോക്കട്ടെ. ഞാനിപ്പോ ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അത് സോൾവ് ചെയ്തൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ ഈ ഡയറക്റ്റ് മെമ്മറി ഞാൻ നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ വല്ലതും പറയണ്ട, അവർ പറയണ്ട, അതിൻ്റെ ബുക്കിലുണ്ടാ? ജസ്റ്റ് അത് നോക്കി പോയാലും. ഇല്ല, ബുക്കിലില്ല. അസൈൻമെന്റിന് കിട്ടിയ ക്വസ്റ്റ്യൻ അത്. ആണോ? നമ്മൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ അവസാനം നോക്കിയിട്ട്, ഞാനിത് നോക്കി വെച്ചിട്ടില്ല, നോക്കേണ്ടി വരാണ്. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇത് വരിക എന്നുള്ളതാണ്. അങ്ങോട്ട് കൂടെ തെറ്റ് പറ്റണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ സമയമില്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കുഴപ്പമില്ല. ആൻസറിൻ്റെ ഫൈനൽ ആൻസർ എന്തായാലും കൊടുത്തണോ? നമുക്ക് അതിലേക്ക് എത്തിക്കാനും വഴിയുണ്ടോ? ഇല്ല, ഇപ്പൊ ആൻസർ എടുത്തില്ല. എന്നെ പിന്നെ നെറ്റിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, പക്ഷെ അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് മറ്റേ ആരെങ്കിലും ഒക്കെ ഇടുന്നതാണ്. നമുക്ക് ഉറപ്പിക്കത്തില്ല അത് ശരിയാണല്ലോ എന്നൊന്നും. ഞാൻ നോക്കിയിട്ട് എൻ്റെ ആൻസർ ഞങ്ങൾക്ക് പിന്നെ ഫോട്ടോ അയച്ചെന്നാൽ മതിയോ? എന്നാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് മറ്റേ ഞാനത് എഴുതി ചെയ്ത് നോക്കി കാണും. അത്ര സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാനത് ഒന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതൊരു മാച്ച് ചെയ്യാനുള്ള സംഗതി ഇല്ലല്ലോ. അപ്പോൾ അതന്നെയാണോ അവർ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്കാണോ എന്നുള്ള നമുക്ക് അറിയണമെങ്കിൽ അതാണ്, അതൊരു വിഷയമുണ്ട്. നമുക്ക് അവർ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണെന്ന് അറിയെങ്കിൽ നമുക്ക് ആൻസറിനോട് ചോദിച്ചറിയാം. കാരണം ഇത് ഞങ്ങളുടെ അസൈൻമെന്റ് ഒരു ക്വസ്റ്റ്യൻ അസൈൻമെന്റിലുള്ളതാ ഈ വർഷത്തെ. ആണല്ലേ? അപ്പോൾ അസൈൻമെന്റിൽ അവർ എങ്ങനെ വെരിഫൈ ചെയ്യാൻ എന്തെങ്കിലും പിന്നെ ഫൈനൽ ആൻസറോ മറ്റോ അങ്ങനെ എന്തെങ്കിലും കീവേഡ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് കമ്മിട്ടില്ലേ, ചിലപ്പം സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ റസാഖ് സാറിനോട് ചോദിച്ചറിയായിരിക്കും. അത് അവരല്ലേ അത് വാല്യൂ ചെയ്യുന്നത്. നോക്കുന്നാല്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഒന്ന് സോൾവ് ചെയ്യാം. ഇതിലേക്ക് നോക്കിയിട്ടില്ല. ഞാൻ മറ്റേ പ്രോബ്ലമാണ് നിങ്ങൾ അയച്ചെന്ന രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ടല്ലോ, അതാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിരുന്നത്. അപ്പോൾ അതിലാണ് തെറ്റുണ്ട് മനസ്സിലായത്. കാരണം അതിൽ ഈ 17 ബിറ്റ്സ് ഒന്നും വരാൻ 17 ബിറ്റ്സ് മനസ്സിലായി. ആ 17 ബിറ്റ്സ് വരാൻ ചാൻസ് അത് കാണുന്നില്ല. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. 16 ബിറ്റ്സ് വരെ വരാം. 17 ബിറ്റ്സ് എങ്ങനെ നോക്കിയിട്ട് അതിൽ എത്തുന്നില്ല. 16 ബിറ്റ്സ് ഓക്കെയാണ്.
16 17 ഒരു കേൾക്കാത്ത ടൈപ്പ്. അത് 2ന്റെ പവറും അല്ലല്ലോ അധികം. അതാ ടൂവിൻ്റെ പവർ ഇല്ല. 2ന്റെ പവറിലാണ് ഇത് പോകുന്നത്. അതെ ടൂവിൻ്റെ പവറിൽ അത് വരിക. ഓക്കെ, ടൂവിൻ്റെ അങ്ങനെ പവറിൽ തെറ്റായിരിക്കും അത്. മൊത്തം നമുക്ക് എന്താ പറയുക, ഒരു മൊത്തം സൈസായി പറയണത്. മൊത്തം ബ്ലോക്ക് സൈസ് എന്ന് പറയുമ്പം 32 ബിറ്റ്സ് അല്ലെങ്കിൽ 64 ബിറ്റ്സ് ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇനി കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും നമുക്കിവിടെ കണ്ടെത്തുമ്പം നമുക്ക് മൊത്തത്തിൽ കാൽക്കുലേഷൻ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. 17 ബിറ്റ്സ് ഇപ്പം നമുക്ക് തന്ന് കൺസിഡർ മെയിൻ മെമ്മറി ഫോർ ദ സൈസ് 64 KB എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെമ്മറീൻ്റെ മൊത്തം സൈസ് 64 KB ആണ്. 64 KB പറയുമ്പോൾ എത്രയാണ്? 64 2/6 ആണ്. 2/6 ഇൻറ്റു 2/10 വരിക. 2/16 വരിക. അവിടെ 17 എങ്ങനെയും വരില്ല. മനസ്സിലായില്ലേ? ഇല്ല. അപ്പോൾ അതാണ് അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലം അതുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് കുറേ ഐഡിയ കിട്ടും. ഇനി അതുപോലെ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് ഇനി എല്ലാം ചെയ്യാൻ നേരം കിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ അത് ചോദിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അത് എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് 19 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ സാറിന് അയച്ചത്. ആണല്ലേ? പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണല്ലോ. 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ അത്. അതെ. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്ര ഇതാണ്, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ്. സംഗതി ഐഡിയ കിട്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും എത്തിക്കാം. ഇനിയിപ്പോൾ ഈ ലോഗ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് പോലില്ല. ശരിക്കും ലോഗ് ടു എന്നൊരു കോൺസെപ്റ്റിൽ ഉപയോഗിക്കണം, അതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ, എങ്ങനെ 17 ബിറ്റ്സ് വന്നതെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരുന്നതാണ്. ഈ 17 ബിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോഗ് ടു എൻ ആണ്. ലോഗ് ടു എൻ ഓഫ് ദി 2/6.2/10 വരണ്ടേ. അതായത് 2/16 വരും. അപ്പം ലോഗ് ടു എൻ എന്ന് പറഞ്ഞാൽ ലോഗ് ടു 2/16 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്സ്. അപ്പോൾ 16 മൈനസ് പിന്നെ 5 ബിറ്റ്സ്. യെസ്, 5 ബിറ്റ്സ് 8 ബിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ഈ 5 ബിറ്റ്സ് എന്നുള്ളതും ചെറിയൊരു വിഷയമുണ്ട്. 5 ബിറ്റ്സ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അതിൽ നമുക്ക് പിന്നെ അതിൽ പറയുന്നില്ല. നമുക്ക് 2/8 ബിറ്റ്സ് ഓക്കെ. each word beings of 1 byte. 1 byte ആണ് 8 bits. only then direct mapping cache memory size 4 KB. 4 KB എന്ന് പറഞ്ഞാൽ 4 in 2/2 into 2/10 by 2/3 4/12 2/2 4 bit. 4 bit 8 12. ശരിക്കും എങ്ങനെ വരിക വെച്ചാൽ 16 ബിറ്റ്സ് മൈനസ് 4 ബിറ്റ്സ് പ്ലസ് 8 ബിറ്റ്സ് എന്നാണ് വരിക. 4 ബിറ്റ്സ് പ്ലസ് 8 ബിറ്റ്സ്. അപ്പോൾ അതായത് 4 പ്ലസ് 8 അപ്പോൾ എത്ര കിട്ടി? ആൻസർ കറക്റ്റ് ആണ്. ആൻസർ കറക്റ്റ് ആണല്ലോ, കൊടുത്ത ആൻസർ കറക്റ്റ് ആണ്. 4 ബിറ്റ്സ് എന്നുള്ളത് ടാഗ് ഈക്വൽ ടു 4 ബിറ്റ്സ് തന്നെയാണ്. മനസ്സിലായില്ലേ? കാരണം നമ്പർ അതിൽ കൊടുത്ത 17 മൈനസ് 13, 17-13 തെറ്റാണ്. പക്ഷെ കിട്ടിയ ആൻസറിൽ നമുക്ക് കിട്ടിയ അവിടെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് നമ്മൾ ചെയ്താലും ആൻസർ 4 തന്നെ കിട്ടുക. ടാഗിന്റെ 4 ബിറ്റ്സ് തന്നെ കിട്ടുന്നുണ്ട്. കിട്ടുക. ഓക്കെ. അപ്പോൾ അത് ആ ഒരു 5 ബിറ്റ്സിലും 16 ബിറ്റ്സ് 17 ബിറ്റ്സിലും പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അവർ ഒന്നവിടെ കൂട്ടിക്കൊണ്ട് ഒന്നുകൂടെ കുറച്ച് ചെയ്തതിനുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള ആൻസറും കറക്റ്റ് 4 ബിറ്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് സംഗതി എളുപ്പമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അത് മനസ്സിലായില്ല, ഒരു ഐഡിയ കിട്ടിയില്ല എന്താണെന്നുള്ളത്. പിന്നാണ്ട് പോയി എഴുതിയാൽ മതി. ഐഡിയ ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ബിറ്റ്സ് എന്താണ്, അപ്പോൾ ആ ഫോർമുല അറിഞ്ഞാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ദി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ബൈസ് 1 ബ്ലോക്ക്
ബ്ലോക്ക് സൈസ് ഈക്വൽ ടു എന്നുള്ളതാണ് നമ്പർ ഓഫ് ദി ബ്ലോക്ക് എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിലുള്ള ആ സൈസിനെ ഒരു ബ്ലോക്കിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കിട്ടും, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് കിട്ടും. ആ ബ്ലോക്കിൽ ഉപയോഗിച്ച ബിറ്റ് എന്നുള്ളതാണ് എന്ത്, ആ ഓരോ ബ്ലോക്കിൽ ഉപയോഗിച്ച ബിറ്റാണ് കാണാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് നമ്മൾ ബ്ലോക്ക് സൈസ് അല്ലെങ്കിൽ ബ്ലോക്ക് ലൈന് അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ലൈന ക്യാഷ ലൈന് അല്ലെങ്കിൽ ഇൻഡെക്സ്, പല പേരിലും അറിയപ്പെടാം. അപ്പോൾ ഇൻഡെക്സ് സൈസ് ഓഫ് ദി ഇൻഡെക്സ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ബ്ലോക്ക് അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നേരത്തെ കണ്ട നമ്പർ ഓഫ് ദി ബ്ലോക്സിൻ്റെ ആ എണ്ണം കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു എണ്ണത്തിൽ എത്ര ബിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോഗ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അതേപോലെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് എത്ര ബിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ബ്ലോക്കിനകത്ത് എത്ര ബിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അതാണ്. അപ്പം എല്ലാം ഒന്നും അങ്ങോട്ടോട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റ് ടോട്ടൽ മെമ്മറി എന്നുള്ള ക്യാഷ് മെമ്മറി, ആ ക്യാഷ് മെമ്മറിയിൽ ഒരു ക്യാഷ് മെമ്മറി ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ള അറിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, 10, 15 എന്നുള്ള 16 എന്നുള്ള ആ ഒരു എണ്ണം കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് സൈസിൽ ഉപയോഗിച്ച ബിറ്റ്സ് എത്രയാണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റും കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മറ്റ് കുറച്ച് കഴിഞ്ഞാൽ ടാഗും കിട്ടും. അപ്പോൾ ചോദ്യം ഒന്നുകിൽ ടാഗ് കാണാനോ അല്ലെങ്കിൽ ഓഫ്സെറ്റ് കാണാനൊക്കെ ചോദിക്കുക. ഈ ബ്ലോക്കും അതേപോലെ ടോട്ടൽ മെമ്മറി സൈസും തന്നിട്ടുണ്ടാവും, അത് നമ്മളതിന് കണ്ടെത്തിയാൽ മതി. ഹലോ, പോയോ? എന്തെറ്റി, പോയോ? കേൾക്കുന്നുണ്ടോ? എന്താ ബാസിൽ? ഹലോ 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 അരുൺ, കേൾക്കുന്നുണ്ടോ വാസിലെ? ഓക്കെ, കേൾക്കുന്നുണ്ട്. എന്താ ഡൗട്ടൊന്നുമില്ലേ? ഇനി എന്താ അടുത്തത്, എന്താണ് വേണ്ടത്? ഹലോ, അരുൺ, ബാസിൽ എവിടെ പോയി? അരുൺ പറയ്. മനസ്സിലായി, കട്ടായി പോവാ. ഓ, ഓക്കെ. നേരത്തെ സാറിനത്തെ ക്വസ്റ്റ്യൻ ഇപ്പം 64 എന്ന് പറയുന്നത് നമ്മൾ ഓരോ ബൈറ്റ്, ഓരോ സിംഗിൾ ഓരോ ക്യാഷ് മെമ്മറിന്റെ പാർട്സിന്റെ അളവല്ല, സിംഗിൾ ബൈറ്റ് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ അല്ലെങ്കിൽ വേർഡിന്റെ സൈസ്. ടോട്ടൽ സൈസ് 32. ടോട്ടൽ സൈസ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ദി ബിറ്റ്സ് ആണ്. ടോട്ടൽ സൈസ് ഒക്കെ തന്നിട്ടില്ല. ടോട്ടൽ സൈസ് തന്നെ വേറെയാണ്, 32 KB ആണ് ക്യാഷ്. ആ 32 KB നമ്മൾ എവിടെ ഉപയോഗിക്കുന്നതിനകത്ത്? അതാ 32 KB ഡിവൈഡഡ് ബൈ ഒരു ബ്ലോക്കിന്റെ സൈസ്. അതെല്ലാം 2/9 കിട്ടിയത്. കാണുന്നത് അങ്ങനെയാ? അതെ. 2 രണ്ട് 32 വന്നപ്പോഴേ സംശയം, മേലെ താഴെ വന്നപ്പോഴേ. അതെ. ഒന്ന് 2/6 ആണ്. 64-നാണല്ലോ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് 32 ബിറ്റ്. 32 അല്ല നമ്മൾ കുറച്ചെടുക്കുന്നത്. അല്ല, 2/6 എന്ന് പറഞ്ഞാൽ 32 അല്ലല്ലോ, 64 അല്ലേ? മേലെ ശരിക്ക് വരുന്നത് 32 അല്ല, ഞാൻ പറഞ്ഞ ബിറ്റ്സ് അല്ലേ ടോട്ടല്.
ഇതിന്റെ അളവ് നമ്മുടെ ടാഗും ഓഫ്സെറ്റും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴുള്ള ബിറ്റ്സ് അല്ലേ 32 എന്ന് പറയുന്നത്? 32 അത് ബിറ്റ്സ്. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ദി ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് മൊത്തത്തിൽ ടാഗും ഓഫ്സെറ്റും അതേപോലെ അതിൻ്റെ ബ്ലോക്കും കൂടിയും കൂടിയത്, ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ലൈന് എല്ലാം കൂടിയതിട്ട് മൊത്തത്തിൽ 32 ബിറ്റ്സ് തന്നിട്ടുണ്ട്. 32 ബിറ്റ്സ് ആണ് അത്. അപ്പോൾ നമുക്ക് വേറെ കാണേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 32 KB ക്യാഷ് എന്ന് പറയുന്നുണ്ട്. 32 KB ക്യാഷ് എന്ന് പറഞ്ഞാൽ KB ആണ്. അപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് കൂടിയതായിരിക്കും. അതാണ് 32 ബിറ്റ്സ് എന്ന് പറയുന്നത് KB. അപ്പോൾ KB-യിലാകുമ്പോൾ നമുക്ക് മെമ്മറി ക്യാഷ് മെമ്മറി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 32 KB ആണ് മൊത്തം. ആ ക്യാഷ് മെമ്മറീൻ്റെ മൊത്തം സൈസ് 32 KB ആണ്. അപ്പോൾ മൊത്തം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2:5 അല്ലേ? അതെ അതെ, അത് 2:5 × 2:10 എന്ന് എഴുതണം. KB അല്ലേ? അപ്പോൾ KB നമ്മൾ എന്ത് ചെയ്യണം? ബൈറ്റിക്ക് മാറ്റണം. 2:15 ഡിവൈഡ് ബൈ 1ന്റെ സൈസ് 6 എന്ന് പറയുന്നത് നമ്മുടെ n ആയി അല്ലേ? യെസ്. 1ന്റെ സൈസ് വരുമ്പോൾ 64 ബൈറ്റ് ലൈൻസ് ആണ്. അതായത് 64 ബൈറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവർക്ക്. അതിന് പകരം 64 ബൈറ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കുകയാണ്. ഈ ലൈൻസ് എന്ന് പറഞ്ഞാലും ബൈറ്റർ ഇൻഡെക്സറൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ 64 ബൈറ്റ് എന്നുള്ളത് എന്താണ് ശരിക്കും? അത് ഒരു ബ്ലോക്കിന്റെ സൈസാണ്. അപ്പൊ അങ്ങനെ മൊത്തം നമുക്ക് കിട്ടി. മൊത്തം നമുക്ക് എന്താ കിട്ടിയത്? മൊത്തം നമുക്ക് 32 KB ഡിവൈഡഡ് ബൈ 32 KB ഡിവൈഡഡ് ബൈ 64. അപ്പോൾ എന്തായി? ഒന്ന് KB ആണ്, ഒന്ന് 64 ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരെ ഫോർമാറ്റ് ആക്കണ്ടേ? അപ്പോൾ നമുക്ക് ഏതായാലും ബിറ്റ്സിക്ക് മാറ്റണം. അപ്പോൾ 32 എന്നുള്ളത് 2:5 × 2:10 ബൈ 2:6 എന്നാക്കി. അതെല്ലാം വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 2:9 എന്ന് കിട്ടും. ആ മൊത്തം 9 ബ്ലോക്ക് കയ്യിലുണ്ട്. അപ്പോൾ മൊത്തം 9 ബ്ലോക്ക് ആണെങ്കിൽ ഒരു ബ്ലോക്കിന്റെ സൈസ് എന്താണെന്ന് അറിയണം. ഒരു ബ്ലോക്കിന്റെ സൈസ് തന്നിട്ടുണ്ട്. എന്താണ്? 64 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു ബ്ലോക്കിന്റെ സൈസ് 64 ആണെങ്കിൽ ഒരു ബ്ലോക്കിൽ ഉപയോഗിച്ച 64 ആണ് ഒരു ബ്ലോക്കിൽ ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ എത്ര ബിറ്റ്സ് ആണ് അതിൽ ഉപയോഗിച്ചതെന്ന് അറിയണം. അപ്പോൾ 64 ബൈറ്റ്സ് ആണ് അതിൻ്റെ ലൈന്. 64 ബൈറ്റ് ആട്ടോ. 64 ബൈറ്റ് ആണ് ഒരു ബ്ലോക്കിൻ്റെ സൈസ്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ഉപയോഗിച്ചു അതാണ് ഓഫ്സെറ്റ്. അപ്പം ലോഗ് ലോഗ് 2:6 എന്ന് കിട്ടി. അപ്പോൾ ബാക്കി രണ്ടും കിട്ടിയല്ലോ നമുക്ക്. ഒന്ന് ബ്ലോക്കും കിട്ടി, ഓഫ്സെറ്റും കിട്ടി. അപ്പം മൊത്തത്തിലുള്ള 32 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ 32 മൈനസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയും കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ആൻസർ 17 ആയിരിക്കും. ഞാൻ അയച്ച ക്വസ്റ്റ്യൻ വേർഡും അതൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സംശയമായി. ഈ വേർഡും രണ്ട് ബിറ്റ് ലൈനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ കുറച്ച്. നോക്കിയിട്ട് തന്നെ ഞാനൊന്ന് നോക്കിയിട്ട് തന്നെ പറഞ്ഞുതരാം, പ്രശ്നമില്ല. മറ്റേ പെട്ടെന്ന് പറയുമ്പോൾ അത് നോക്ക്. പിന്നെ പരീക്ഷയ്ക്ക് അത്രയും ടഫ് ഉള്ള കണ്ടിട്ടില്ല. അത് അസൈൻമെന്റ് ആയിട്ടായിരിക്കും കുറച്ച് ടഫ് കൂടി വന്നത്. അസൈൻമെന്റ് അപ്പൊ നോക്കി എഴുതിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാകുക. എക്സാമിനൊക്കെ നമുക്ക് ആലോചിച്ചിരിക്കാൻ അതെ അതെ. കാരണം കുറച്ച് നിങ്ങൾ അസൈൻമെന്റ് ഒരു 10 മാർക്ക് 8 മാർക്ക് തരണമെങ്കിൽ കുറച്ച് എഴുതി ഉണ്ടാക്കണ്ടേ? അതാണ്. അപ്പൊ അതാണല്ലോ ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമില്ല. അങ്ങനെ ടഫ് ഒന്നും ചോദിക്കില്ല, കുറച്ചൊക്കെ ഡയറക്റ്റ് ഒക്കെ തന്നെ ചോദിക്കാം. സെറ്റ് അസോസിയേറ്റ് മറ്റേ കൂടെ തിയറി പാർട്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റുമോ? സെറ്റ് അസോസിയേറ്റും അല്ലേ? അത് വരുന്നുണ്ടോ നമുക്ക്? ഓക്കെ. എന്നാല് ഞാൻ അസോസിയേറ്റ് മാപ്പിങ്ങിന്റെ ജസ്റ്റ് തിയറി പറയാം, നോക്കിക്കോളൂ. അസോസിയേറ്റ് മാപ്പ് ആണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ പേര് തന്നെ എന്താണ്? ഡയറക്റ്റാണ്. ഫസ്റ്റ് സെക്കൻഡ് ആ രീതിയിലാണ് പോണത് അല്ലേ? പക്ഷെ അസോസിയേറ്റ് മാപ്പിംഗ് ആണെങ്കിൽ നമുക്ക് പിന്നെ പ്രൈമറി മെമ്മറിന്ന് പിന്നെ ക്യാഷ് മെമ്മറിയിലേക്ക് എവിടേക്കും ആണെങ്കിലും എന്ത് ചെയ്യാം? മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സ്ഥലത്തേക്കും ആണെങ്കിലും നമുക്ക് മാപ്പ് ചെയ്യാം. എന്ന പ്രത്യേകം സ്ഥലമൊന്നുമില്ല. അതായത് അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇല്ല, അതിൻ്റെ ഫസ്റ്റിലേക്ക് സെക്കൻഡിലേക്ക് അങ്ങനെ ഒന്നും പോകണ്ട. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എനിവർ എന്നാണ്, പ്ലേസ്ഡ് എനിവർ ഇൻ ദ ക്യാഷ് മെമ്മറി എന്നാണ്. ക്യാഷ് മെമ്മറിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് പിന്നെ മാപ്പ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈമറി മെമ്മറി ടു
അതേപോലെ പിന്നെ ക്യാഷ് മെമ്മറി എന്നുള്ള സംഗതി. അപ്പോൾ അതിലെന്താ എന്തിൻ്റെ ആവശ്യമില്ല, ടാഗും ഓഫ്സെറ്റും മാത്രം മതി, ബ്ലോക്ക് പറയേണ്ട ആവശ്യമില്ല. ടാഗ് മൊത്തം ബിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ടാഗും ഓഫ്സെറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫ്സെറ്റ് എന്നുള്ളത് എന്താണ്, ഓരോ ലൈനാണ്, അതിനകത്തുള്ള ഓരോ സംഗതിയാണ്. അപ്പം നമുക്ക് മൊത്തം മെമ്മറിയിൽ അപ്പോൾ നമുക്കൊരു പേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ബുക്ക് നമുക്ക് മൊത്തം എന്തായിട്ട് മെമ്മറീൻ്റെതായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ആ ബുക്കിൽ ഒന്നാമത്തെ ബുക്കിൽ 10ാമത്തെ പേജ് അതിൽ 2ാമത്തെ ലൈന് എന്ന് പറയുന്ന പോലെയാണ് എന്ത് ഡയറക്റ്റ് മാപ്പിംഗ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഡയറക്റ്റ്. ഇത്രാമത്തെ ബുക്കിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ ലൈൻ, അതുപോലെ അതാണ് എന്ത് ഈ ടാഗ്, ഓഫ്സെറ്റ്, ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പ്രകാരമാണെങ്കിൽ അസോസിയേറ്റീവ് മാപ്പ് ഉപയോഗിക്കുമ്പോ ഇല്ല 32 - 6 അല്ലേ വരുള്ളൂ. നമ്മുടെ 6 ആണ് ഓഫ്സെറ്റിന്റെ സൈസ്. അത് കുറച്ച് കഴിയുമ്പോൾ ടാഗും ഓഫ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്ലോക്ക് ഇല്ലാത്തുള്ളൂ. ടാഗും ഓഫ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ, വേറെ അതിൽ ബ്ലോക്ക് ഉണ്ടാവില്ല. അന്നേരം ആ 32 ഓഫ്സെറ്റ് കുറച്ചാല് നമുക്ക് അസോസിയേറ്റീവിൽ ടാഗ് ലൈൻ കിട്ടൂല. അന്നേരം അത് 24 26 വരികയല്ലേ? 26 വരും. അതെ, 26 27 വരും അല്ലേ? നോക്കിയോ? ശരി, 26 വരും. അതന്നെ, അങ്ങനെ വരിക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലുണ്ടാവുക ടാഗും ഓഫ്സെറ്റ് മാത്രമാണ്. ഇഷ്ടമുള്ള പോലെ വെക്കാം. അപ്പൊ ടാഗ് ഓഫ്സെറ്റ് ഇതിൽ ആരുണ്ടാവില്ല, ഇൻഡെക്സോ ലൈനോ ബ്ലോക്കോ ഒന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. ഇൻഡെക്സ്, ലൈന്, ബ്ലോക്ക് ഒക്കെ സെയിം തന്നെയാണ്, എല്ലാം സെയിം ആണ്. മറ്റേ പോലെ ബ്ലോക്ക് ഇല്ലാതെ ബ്ലോക്കിന്റെ ഏരിയ കൂടെ നമുക്ക് ടാഗിലേക്ക് പോകും. അതാണ്. മനസ്സിലായി. പിന്നുള്ളത് സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ് ആണെങ്കിൽ ഈ 2 സാധനം ഉണ്ടാവും, ടാഗ് ഉണ്ടാവും, സെറ്റ് ഉണ്ടാവും, ഓഫ് സെറ്റ്. അപ്പോൾ സെറ്റ് എന്ന് പറയുമ്പം നമുക്ക് ബ്ലോക്കിനെ ഇത്ര പിന്നെ മെമ്മറിയിൽ, അതായത് നമുക്ക് 2 വേ 4 വേ 8 വേ അങ്ങനെ ഓരോ ബ്ലോക്കാക്കി തരംതിരിക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് ആണെങ്കിൽ ജസ്റ്റ് നോട്ട്സ് എന്ന് ഇരിക്കുള്ളൂ, ആണെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ് എഴുതിയിട്ട് താഴെക്കുള്ളൂ. ക്യാഷ് മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെറ്റ്. Is divided into set. ഈ സെറ്റ് എന്നുള്ളത് 2 വേ സെറ്റ് ആവാം, 4 വേ ആവാം, 8 വേ ആവാം, പല വഴിക്കും ചെയ്യാം സെറ്റ്. അപ്പൊ ചോദ്യത്തിൽ പറയും 2 വേ സെറ്റ് ആണോ 4 വേ സെറ്റ് ആണോ. പിന്നെ ഒരു ബ്ലോക്ക് ആക്കി തിരിക്കും. ഒരു ബ്ലോക്കിനകത്ത് രണ്ട് സെല്ലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, 4 എണ്ണം കൂടിയിട്ട് ഒറ്റ ബ്ലോക്ക് ആക്കാം, 5 എണ്ണം കൂടിയിട്ട് അല്ലെങ്കിൽ 8 എണ്ണം കൂടിയിട്ട് ഒറ്റ ബ്ലോക്ക് ആക്കാം, അപ്പോൾ 2 എണ്ണം കൂടിയിട്ട് ഒറ്റ ബ്ലോക്ക് ആക്കാം. അങ്ങനെ അതാണ് ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 വേ സെറ്റ് ബാക്കി എഴുതിക്കോളൂ. 2 വേ സെറ്റ് അസോസിയേറ്റീവ് മീൻസ് each set contain 2 blocks. Each set contain 2 blocks. blocks. അപ്പോൾ എന്താ അടുത്തെന്താവും, 4 വേ സെറ്റ് ആണെങ്കിലോ ഈച്ച് സെറ്റ് കണ്ടെയ്ൻ 4 ബ്ലോക്ക്. 4 ആവും. യെസ്, ഈച്ച് സെറ്റ് കണ്ടെയ്ൻ 4 ബ്ലോക്ക് എക്സെട്ര. 4 വേ ആകുമ്പം 4 ബ്ലോക്സ്. അങ്ങനെ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന എത്ര 4 8 എത്ര നമ്മുടെ ആദ്യ സിസ്റ്റത്തിൽ വരുന്നത്? അത് ചോദ്യത്തിൽ പറയും. അത് നമുക്ക് ബുക്കിൽ തിയറിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രോബ്ലംസിൽ വരുന്നത് നമുക്ക് ലാബ് ചെയ്യാനൊന്നുമില്ലല്ലോ. അതങ്ങനെ പലതും പല വഴിക്ക് ഏറ്റവും പുതിയതായിരിക്കും ഉപയോഗിക്കുക. അത് ഒരു മെത്തേഡല്ലേ, മാപ്പിംഗ് ഒക്കെ വരുമ്പം അത് അവരെ പറ്റി ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി മാപ്പിംഗ് ടു സെറ്റ് ഈസ് ഡയറക്റ്റ് മാപ്പിംഗ് മാനർ. മാപ്പിംഗ് to set is mapping to set is in direct mapping manner. Direct mapping to set is in direct mapping manner. Then
ആ മറ്റേ അതേ മെത്തേഡ് തന്നെ ആ ആ യെസ് ഗ്രൂപ്പിലേക്ക് നമ്മൾ നേരിടുന്ന ഇത് ചെയ്യുന്നത്. യെസ് അതന്നെ അതന്നെ. ഇപ്പം രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണെങ്കിൽ ഇപ്പൊ ക്യാഷ് മെമ്മറി രണ്ടാമത്തെ അല്ല രണ്ടാമത്തേലേക്ക് റെഫർ ചെയ്യുക. ആ യെസ് അതേപോലെ തന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇവിടെ കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതിൽ ഒരു സെറ്റ് എന്നുള്ള ഒരു സംഗതിയും കൂടി വരും, അത് നമുക്ക് നോക്കാം. ആ സെറ്റ് എന്താണെന്നുള്ളത് ഇതിൽ വരുന്നുണ്ട്. ടാഗ് സെറ്റ് ഓഫ് സെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ സെറ്റാണ് 2 വേണോ 4 വേണോ എന്നൊക്കെ നോക്കിയിട്ട്, അപ്പോൾ ഈ ഒരു മൊത്തം മെമ്മറി സൈസിൽ എത്ര സെറ്റ് ഉണ്ടെന്ന് ആദ്യം കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് 2 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വെച്ചിട്ട് എത്ര ബ്ലോക്ക് ഉണ്ട് എന്ന് അറിയണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓഫ് സെറ്റും ടാഗും ബ്ലോക്ക് ലൈനൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ ടാഗ് പിന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ലൈന് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഇവിടെ സെറ്റായിരിക്കും, സെറ്റ്. പിന്നുള്ളത് ഓഫ് സെറ്റ്. ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇവിടെ വരുന്നത്: ടാഗ്, സെറ്റ്, ഓഫ് സെറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല, അത് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിക്കോളൂ നമ്പർ ഓഫ് സെറ്റ് എസ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ആണ്, നമ്പർ ഓഫ് സെറ്റ് എസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ഡിവൈഡഡ് ബൈ total number of block divided by number of block in a set. Number of block in a set. Number of block in a set. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ക്യാമറ ഓഫ് ആക്കി ഒന്ന് ഓണാക്കട്ടെ. സ്കെച്ച് പെൻ എടുത്താ അതായത് നോക്കിക്കോളൂ, ഇങ്ങനെ മെമ്മറി ആണെങ്കിൽ ക്യാഷ് മെമ്മറിയിൽ ഒരുപാട് എന്തുണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 2 വേ അപ്പോൾ നമുക്ക് ഇത് എന്തായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, എസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്ലോക്ക് ഇൻ എ സെറ്റ് എന്നാണ്. നമ്പർ ഓഫ് ബ്ലോക്ക് ഇപ്പൊ നമ്മൾ 2 വേ സെറ്റ് ഉപയോഗിക്കാൻ നമ്മൾ 2 അല്ല അടി വരിക, 2 അല്ലെങ്കിൽ 4 ഉപയോഗിക്കും, 4 അടി വരികയല്ലേ. യെസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനമാണ് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക്. ഇത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് പറയും. അതിൽ ഓരോ സെറ്റിലും ഇതിപ്പോൾ ഒരു സെറ്റായിരിക്കും. ഇങ്ങനെ 2 വേ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, രണ്ടെണ്ണമായിരിക്കും. 4 ആണെങ്കിൽ 4 4 ഒരു ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മൾ ഈ 2 വേ മൊത്തം ഇതിൽ എന്താണ്, ഇത് മൊത്തം സൈസിൽ ഇതിപ്പോൾ ക്യാഷ് മെമ്മറിയാണ്, ക്യാഷ് മെമ്മറിയിൽ ഇതുപോലെ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്താവണം, മൊത്തം നമുക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് കിട്ടി ബൈ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എണ്ണം കിട്ടും. എത്ര 10 അല്ലെങ്കിൽ 5 എന്നൊക്കെ എണ്ണം കിട്ടും. അതാണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ് എന്നുള്ളത്. എസ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഹലോ 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 അരുൺ,
മൈക്കിളൊക്കെ പോയി വന്നിട്ടുണ്ട്. കട്ടായോ? നെറ്റ് പോയതോ? എല്ലാരും കേൾക്കാതെ ലെഫ്റ്റ് അടിച്ച് പോയാ അന്നത്തെ മാതിരി. കള്ളാപ്പൻസിലെ പെണ്ണാകുമ്പോൾ ഗ്രീൻ കൊടുത്താൽ പോലെ സ്കെച്ചാണ് നോക്കി. കട്ടയ്ക്ക മതി എല്ലാം. പിന്നെ